നമ്മൾ വരുന്ന വഴിക്ക് ഒരു കല്ല്. നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മുടെ വീട്ടിലെ ഫുഡിനെ കൂടുതൽ മിസ് ചെയ്യുന്നതും വീട്ടിലെ ഫുഡിന്റെ വില മനസ്സിലാവുന്നതും. ഇപ്പൊ കുറച്ചൊക്കെ വില വന്നു തുടങ്ങി. ഇനി അങ്ങ് എത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കൂടും. ഹേ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഡൽഹി എത്തി. ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞു കേട്ടോ. നമ്മളെ ട്രെയിനൊക്കെ കറക്റ്റ് പക്ക ടൈമായിരുന്നു, എങ്ങും പിടിച്ചൊന്നും ഇട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മെട്രോ സ്റ്റേഷനിലാണ്. മെട്രോയിൽ കയറി നമുക്ക് വേണ്ടി മണാലിയിലേക്ക് പോകാൻ വേണ്ടി ഒരു കാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെയാണ് കിടക്കുന്നത്. അങ്ങോട്ട് പോകാൻ വേണ്ടി അടുത്തുള്ള മെട്രോയിൽ കയറുക, നേരെ അവിടെ പോവുക. അപ്പം എന്തായാലും മെട്രോ സ്റ്റേഷൻ എത്തട്ടെ. നമ്മൾ മെട്രോയിലേക്ക് പോകുന്നതിന് മുമ്പ് മങ്കി കാപ്പും വേറെ സംഭവങ്ങളൊക്കെ കാണാം. മാലിക്കിനെ ഇവിടുത്തെ ആൾക്കാരായിട്ട് തിരഞ്ഞെടുത്തിട്ടോ. അത് വന്നപ്പോൾ തന്നെ കുറിയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി. ക്യാപ്പ് എടുക്കുന്നു. പുകയാണോ മഞ്ഞാണോ ഒന്നും അറിയാം. മഴയുണ്ടല്ലേ. എന്തായാലും ഇതാണ് ഡൽഹിയിലെ ഒരു സൈഡ്. ഞാൻ ആള് മാറി ഗായ്സ്. எப்படி இருக்கு? டேய் யாரா இது? இந்த மூஞ்சி எവിടെ பார்த்துருக்கு? ഞാൻ തപ്പണേ ഉള്ളു കടന്ന്. ഏതെങ്കിലും ഒന്ന് ഇട്. മാലിക്കാണ് നമ്മുടെ ഗൈഡ്. ഓ ദാ ഈ പോണവന്മാരെ കണ്ടോ? സൂചിച്ചു വെച്ചോ. നമ്മൾ മെട്രോയിൽ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 40 രൂപ. മാലിക്കതായിക്കുന്നു പിന്നെ ഇനി മെട്രോന്ന് വെളിയിറങ്ങില്ല. ഇന്നത്തെ ക്ലൈമറ്റിൽ ഡൽഹിയിൽ 10 മണി കഴിഞ്ഞിട്ട് നേരം നമ്മൾ സൂര്യൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് സൂര്യൻ ഒരു പിടുത്തവും ഇല്ല. സൂര്യനാണ് അത് പുക കൊണ്ട് സൂര്യനെ അടച്ചു വെച്ചേക്കണമെന്ന് അറിയാം. സൂര്യൻ മിസ്സിംഗ് ആണ്. കേരളത്തിലുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു. എന്താണ് ജഹാംഗീർ പൂരിയാ? പൂരി. ആ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി വേറെ ഏതൊരു സ്ഥലത്ത് കൊണ്ടാണ് പോകാനുള്ളത്. ഇന്നോവ ബയ്യ നമ്മൾ സ്വരൂപ് നഗർ. അത് നമ്മുടെ മെട്രോ എടുത്ത് ടാറ്റ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് യാത്രയാക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയും വെച്ചടി താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അങ്ങനെ നമ്മൾ ഒരു ഇലക്ട്രിക് ഓട്ടോയ്ക്കകത്ത് കയറിയിരിക്കുകയാണ്. എന്തെന്ന് പറയുമോ? ഡ്രൈവറിനോട് കയറി വണ്ടി ഓടിക്കണം. പുള്ളിക്കാണ് ഈ പുള്ളിക്കാരനാണ് നമ്മൾ അവിടെ നിന്ന് മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെ കൊണ്ടാക്കിയത് കേട്ടോ. ഇതാണ് ആ വണ്ടി. സംഭവം കൊള്ളാം. ഓക്കെ പയ്യ. ഇതാണ് ഇലക്ട്രിക് ആണ് കേട്ടോ വണ്ടി. കൊള്ളാം, സൂപ്പർ. ഇതൊരെണ്ണം കിട്ടിയാണെങ്കിൽ നാട്ടിൽ കൊണ്ടുപോയിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതാണക്ക്. ഒടുവിൽ കിട്ടി മക്കളെ, നമ്മുടെ ഇന്നോവ ഡ്രൈവറിനെ കിട്ടി. പുള്ളിക്കാരെ ഇവിടെ നിന്ന് കറങ്ങിയായിരുന്നു നമ്മളെ കാണാതെ. ഏറ്റവും അവസാനം ലൊക്കേഷൻ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആൾ നമ്മളെ അടുത്ത് വന്ന്. എന്നിട്ട് മണാലിട്ട് പോകാനില്ലേന്ന് ചോദിച്ചു. നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ വിചാരിച്ച് വേറെ ആരെങ്കിലും ആണെന്ന്. അപ്പോഴേ വാട്സപ്പ് നോക്കിയപ്പോൾ നമ്മൾ ഇട്ടേക്കടെ ഫോട്ടോ ഒക്കെ കണ്ട് ആളിനെ നമ്മൾ തിരിച്ചറിഞ്ഞു ഗൈസ്. ഇപ്പം എന്തായാലും ആളുടെ ബസ്സിലല്ല ഇന്നോവ കാറിലാണ് നമ്മൾ നേരെ ഇനി മണാലിയിലേക്ക്. ഇന്നോവ അല്ല ഗൈസ്, വണ്ടി മാറിപ്പോയി. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ ഇതിലാണ് പോകണം. ഇവിടെ എൻ്റെ കൂടെ എടുത്തേക്കോ. ഓ പുള്ളിക്കാരൻ പറയണ -डिग्री ആണെന്നല്ലേ. നമ്മളൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചെന്നല്ലേ. ഫ്രണ്ട് കയറി ഗൈഡ് അതിനടുത്ത് ഫ്രണ്ട് എടുത്ത് കയറ്. ഞാൻ എന്നാ അറ്റത്തിരിക്കാം. സീറ്റ് ബെൽറ്റ് എല്ലാവരും ഇടണോ? അതാ ഫ്രണ്ട് ലോമാര് കേറണില്ല. ഇവിടെ കേറാ.
എവിടെയെങ്കിലും ഇരുന്നാ പോരെ. നമ്മുടെ ദേശീയ പതാക കണ്ടപ്പോഴത്തേക്കും തിരക്കിയതാണ് എന്താണ് അവിടെ എയർപോർട്ടാണോ. അപ്പോഴത്തേക്കാണ് ഭയ്യ പറഞ്ഞത് സ്റ്റേറ്റ് മാറുകയാണ്. നമ്മളിനി ഏതാം പ്രാമലിക്ക് ഹരിയാനയിലൊക്കെ കയറി കഴിഞ്ഞു. അത് തന്നെ, ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലോട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. ഇന്ന് 24 ആണ് കേട്ടോ, December 24 ക്രിസ്മസിൻ്റെ ദിവസമാണ്. ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമല്ലേ നമ്മളവിടുത്തെ. നീ എന്താ ഇങ്ങനെ ഇരിക്കണ? പെട്ടെന്ന് പോയി വലിക്കണം, എല്ലാം ഫുഡ് കഴിക്കുക. അതാണ്. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് മെനു നോക്കി കേട്ടോ. ഇവിടെ എല്ലാത്തിനും ചീപ്പ് റേറ്റ് ആണ് കേട്ടോ. 300-400 വെച്ച് ഒരു ചായ, 2 ഇഡലിക്ക് 200 സംതിങ് രൂപ. ഇവിടെ അച്ചാറും ആദ്യം. പക്ഷെ ഇതിന്റെ കൂട്ടത്തിന് GST കൂടെ വരും. വെജാണ്. അപ്പൊ എന്തായാലും 2 ദിവസത്തേക്കുള്ളത് ഇവിടെ നിന്ന് കട്ടിക്കോ. ഇപ്പൊ എന്തായാലും ഫുഡ് വരട്ടെ. 10 ലക്ഷം രൂപ അക്കൗണ്ട്. അപ്പൊ എന്തായാലും ഫുഡ് വരട്ടെ. ഫുഡ് വന്നിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു, പക്ഷെ നടന്നില്ല. എല്ലാരും ചാടി ഒന്ന് ഫുഡിൻ്റെ ഉണ്ട്. പേരൊന്നും ചോദിക്കല്, എന്തരാണെന്ന് ചോദിക്കല്. കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. റേറ്റിനുള്ള ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് ഇനി ബില്ല് കൊടുക്കുമ്പോൾ കാണാം. ആരെങ്കിലും ഇവിടെ ഹരിയാട്ടാ നിർത്താം. നമ്മൾ ഓർഡർ ചെയ്ത 2ാമത്തെ ഐറ്റം വന്നു കേട്ടോ. ഇനിയുണ്ട് വരാൻ സാധനങ്ങൾ. ആണ് സൗത്ത് ഇന്ത്യൻ പ്ലാറ്റർ. ഒരു ദോശ, ഊത്തപ്പം, ഒരു വട, ഇഡലി, സാമ്പാർ, ചട്നി. ഇതാ പറഞ്ഞ അടുത്തത് അതാണ് ഫ്രൈഡ് റൈസാ, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി യാത്ര തുടരുകയാണ്. ഇനി നേരെ നമ്മൾ മണാലിയിലോട്ട് രാത്രി ഒരു 8 മണിയാകുമ്പോൾ എത്തുമെന്നാണ് നിഗമനം. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. എത്ര മണിയായി? അപ്പോൾ നമ്മുടെ ഭയ്യ വണ്ടിയിലുണ്ട്. പിന്നെ കൂടുതലും പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മുടെ വീട്ടിലെ ഫുഡിനെ കൂടുതൽ മിസ് ചെയ്യുന്നതും വീട്ടിലെ ഫുഡിൻ്റെ വില മനസ്സിലാവുന്നതും. ഇപ്പോൾ കുറച്ചൊക്കെ വില വന്നു തുടങ്ങി. ഇനി അങ്ങ് എത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കൂടും. അപ്പോഴത്തേക്കും എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പം കയറിയോ. നമ്മളവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു ടോൾ ബൂത്താണ് കേട്ടോ. നമ്മൾ വണ്ടി ഇതുവരെയായിട്ട് അനങ്ങുന്നില്ല. നമ്മളെ ഭയ്യ ഇറങ്ങിപ്പോയി ചോദിക്കാൻ പോയി കേട്ടോ. അപ്പുറത്തെ ട്രാക്കിൽ ഇറങ്ങുന്ന വണ്ടികളെല്ലാം റിവേഴ്സ് മാർക്ക് പോകണം വേണ്ടി പെണ്ണുപിള്ള പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും പോയാൽ എന്തിനാണ് എന്തോ കേസ്. നമ്മുടെ വണ്ടി ഇതുവരെയായിട്ട് നീങ്ങിയില്ല. നീ റിവേഴ്സ് എടുത്ത് പോകണോ എന്തോ. അപ്പോൾ നമ്മൾ ഡൽഹിയൊക്കെ കഴിഞ്ഞ് ഹരിയാനയും കഴിഞ്ഞ് പഞ്ചാബും കഴിഞ്ഞ് ഇപ്പോൾ ഹിമാചലിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ബോർഡറിലെത്തി. ഇവിടെ വേറെ വല്ല ചെക്ക് ചെയ്യാം. അവിടെ ആ ഫ്രണ്ടിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ആർച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്തെങ്കിലും പൈസ വാങ്ങുന്നുണ്ട്. ഹെവി ബ്ലോക്കാണ്. ടോളുണ്ടോ അവിടെ? എന്തോ പൈസ വാങ്ങാത്ത ഇതാണ് ഇത്. ഇവിടുത്തെ വണ്ടിയല്ലേ? ഇവിടുത്തെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ആരുടെയും ഇത് വേണ്ട. അതുകൊണ്ട് അവർ കൈ കാണിച്ചിട്ട് നമ്മൾ നിർത്തിയില്ല ഗൈസ്. അപ്പൊ ഇനിയിപ്പം കൈ കാണിച്ചായിരുന്നു. ലോക്കൽ ഗാഡിയാണ്ട് ഇനിയും ഏതാണ്ട് 200-200-അടുത്ത് ഒരു 170 കിലോമീറ്റർ അടുപ്പിച്ച് കാണും. അപ്പോൾ നമ്മൾ ഒരു ടണൽ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടണലിൻ്റെ പേര് മാലിക്കൻ അറിഞ്ഞുവിടാ. ലോക്കലായിട്ടുള്ള ഒരു ടണലാണ്. നല്ല ലോങ് ഉണ്ട്. നല്ല സ്മെല്ല്. ടയറിന്റെ സ്മെല്ലല്ലേ? ടയർ ക്ലച്ച് അങ്ങനെയാണ്. ഹോൺ അടിക്കരുതെന്നാണ് കരുതിയേക്കുന്നത്. ചുമ പിടിച്ച് ഗൈസ്.
പോവാണ് ഞങ്ങ പോവാണ് ഡൽഹിന്ന് മണാലിയിലോട്ട് പോവാണ്. ഞാനുണ്ട്, സൺസണ്ട്, നൗഫലുണ്ട്. നമുക്ക് എഴുതിട്ട് പാടാം. ചുമയും കൊരയും നമ്മൾ വരുന്ന വഴിക്ക് ഒരു കല്ല് ലാൻഡ്സ്കേപ്പ് മലയാണ് കേട്ടോ സൈഡ്, പക്ഷെ കാണത്തില്ല നമുക്ക് കറക്റ്റായിട്ട് നൈറ്റായിട്ട്. പൊളിഞ്ഞ് വീണതാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോ ഇതൊക്കെ കാണാനാ കിടക്കുന്നേ. അടുത്ത ടണൽ ടണൽ 2 ആദ്യം കണ്ടപ്പോ ഫസ്റ്റ് അതിൽ അത്ര വലിയ വെട്ടമില്ലായിരുന്നല്ലേ, അത് കുറച്ച് ഡാർക്ക് ആയിരുന്നു. ഇതിൽ നല്ല വെട്ടമാണ്. ഡിസൈൻ സെറ്റായി കിട്ടേക്കും. ടാക്സിയാണ് അലയൊക്കെ ചെയ്ത് സെറ്റായി കിട്ടേക്കും. നമ്മളവിടെ ഉണ്ടെങ്കിൽ അവർ ഓടി വന്നേ. അത് നമ്മുടെ കാറ് ഡീസൽ അടിക്കാൻ വന്നതാണ് കേട്ടാ. പെട്രോൾ പമ്പിൽ ഡീസലിൻ്റെ പെട്രോളിൻ്റെ വില ഉണ്ടോ 93 രൂപ 44 പൈസ പെട്രോളിനും, മറ്റേത് 85 രൂപ സംതിങ് കേട്ടോ. ഇത് അടിക്കുന്നുണ്ട് കാണാൻ പറ്റുന്നില്ല. നമ്മളവിടെയൊക്കെയാണ് എന്തിട്ടാണ് 85 രൂപ 83 പൈസ. നമ്മളവിടെ ആണെങ്കിൽ 96 രൂപ ഡീസലിനും 107 രൂപ പെട്രോളിനും. അടിപൊളി അല്ലേ? താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ശരി, ഓക്കെ, കിടന്നോങ്ങി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങിക്കോ. അങ്ങനെ നമ്മൾ മണാലി എത്തിയോ? എത്തിയിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ കട്ടൻ അടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. പുക പറക്കുന്നുണ്ടോ വൈകുന്നു. പിന്നെ കട്ടൻ അടിച്ചോണ്ടിരിക്കാം. ചൂട് ഗുലാബ് ജാമേ, ചൂട് ഗുലാബ് ജാമേ. ഞാൻ ഇവിടെ അങ്ങനെ താമസാവട്ടെ. മലിക്ക ഊതിക്കണ്ട. ആ കൊള്ളാം, നീ ഒന്ന് കുടിച്ചിട്ട് ഊതിക്കണം. ആ കൊള്ളാം. ഇതൊന്നും ആയിട്ടില്ല ഏട്ടാ, ഇനിയൊരു 100 കിലോമീറ്റർ കണ്ടോണ്ട് എത്തായി. അങ്ങനെ നമ്മൾ ബ്ലാക്ക് ടീയും ഗുലാബ് ജാമും കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ് ഗോയ്സ്. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. തണുക്കണ, കയ്യൊക്കെ വിറക്കണ. അവിടെ എല്ലാം വീടുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഇരിക്കാൻ പറ്റുന്നില്ല, കയ്യൊക്കെ വിറയ്ക്കുന്നില്ല, ക്യാമറയൊക്കെ തുറക്കണ്. റൊട്ടി, പനീർ ബട്ടർ, എന്തരടാ, പാലക് പനീർ, ഗോബി. ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പഠിച്ചവനെ. പുള്ളിക്കാരൻ ചെറിയ കഷ്ണം വിറകളൊക്കെ ഇതിൻ്റെ അകത്ത് ഇടണം കേട്ടോ. ഇതിനകത്ത് ചെറിയ ചൂടും പിന്നെ റൊട്ടിയൊക്കെ ചൂടാക്കുന്നതിൻ്റെ ഉണ്ടല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നല്ലേ ഫുഡ്? ഇഷ്ടപ്പെട്ടു, സൂപ്പർ. റൊട്ടി, ദാല്, മിക്സ് ഇല്ല, ഞാൻ റൊട്ടി മാത്രമേ കഴിച്ചു. അമ്മ റൈസായി കഴിച്ചു. കഴിഞ്ഞല്ലോ, ഇറങ്ങിയല്ലോ ഇവിടുന്ന്. നമ്മൾ നേരെ റൂമിലോട്ട് ഒന്ന് ബയ്യ. നമ്മളെ കാറിൽ കൊണ്ടുവന്നു ടീംസ്. എടാ ചൂട് വെള്ളം വേണം കേട്ടോ മാലിക, ചൂട് വെള്ളം വേണം. വേണമെങ്കിൽ നമുക്ക് ഫ്ലാസ്ക് എടുത്തോണ്ട് അടച്ചിട്ട് പോടോ. തണുത്ത വെള്ളം എന്നാ ടിഷ്യൂ. ഓ ഞാൻ ചിലപ്പോ ഫോണുമായിട്ട് താഴെ വീഴും കേട്ടോ. നീ കഴിവണ്ട പോ. നീ ഈ വെള്ളം വെച്ച് കഴിവുണ്ടെങ്കിൽ കാണണം. കഴിവടാ.
എടാ ആടാ മേളില് ഹീറ്റർ ഇതാക്കാൻ പറഞ്ഞു. പേർത്തുന്നൊക്കെ ചൂട് പറക്കണ് പോ, ഉള്ള ചൂട് വലിയ കളാതാ. ഇതൊക്കെ ആയിരുന്നു ഡൽഹി വന്നിട്ട് ഡ്രസ്സ് മാറണ. അയ്യോ 5 ദിവസം അപ്പൊ കുളിച്ചിട്ട് റൂമിൽ കയറിയിട്ട് ഷോക്സ് എടുത്തിടണം കേട്ടോ. നാളെ ഇപ്പൊ കുളിക്കുന്നുണ്ടെങ്കിൽ ഒരു തുണി എടുക്കുക, ചൂടുവെള്ളത്തിൽ അപ്പൊ ശരി. അപ്പൊ നേരെ നമ്മൾ റൂമിലേക്ക് ഒരു ഹീറ്റർ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇതിന് മൂട്ടിയിരിക്കണമെങ്കിൽ അത്യാവശ്യം ചൂടൊക്കെ കിട്ടും. മണാലി വരുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന റൂമും ഉണ്ടല്ലേ, പോക്കരുത്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരുത്തൻ കിടക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറൊരുത്തൻ കിടക്കുന്നുണ്ട്, ഈ നിൽക്കുന്ന ഞാൻ, അതിൻ്റെ അപ്പുറത്ത് ചാടിക്കോ. പൊന്നളിയാ, ഇതൊന്നും കരുതിയില്ല. ഇനി എന്താണ് നടക്കണെന്ന് അറിയാനും വയ്യ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെ നല്ല ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംനാജ് ഹാജി സൈനിങ് ഔട്ട്.